അടുത്ത ജയശങ്കറും ശ്രീനിവാസനെ പറ്റി ഉയരുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളൊന്നും അദ്ദേഹം അരാഷ്ട്രീയവാദിയാണ് എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണമാകുന്നത് സന്ദേശവുമാണ്. ഇപ്പോൾ സന്ദേശം സിനിമയിൽ ഒരു താത്വിക അവലോകനമാണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങുന്നു ശങ്കരാടി. ഈ പറയുന്ന പ്രതിക്രിയാവാദികളും വിഘടനവാദികളും തമ്മിൽ പ്രഥമദൃഷ്ടി അകൽച്ചയിലായിരുന്നെങ്കിൽ അവർക്ക് അന്തർധാരയായിരുന്നു എന്തുകൊണ്ട് മനസ്സിലാക്കാനെന്ന് പറയുന്നു. അപ്പോൾ ഉത്തമം പറഞ്ഞു ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഉത്തമ ഈ പറയുന്ന എന്താണ് അതൊരു റാഡിക്കലായ മാറ്റമല്ല എന്ന് പിന്നെയും പറയുന്നു. യഥാർത്ഥത്തിൽ അരാഷ്ട്രീയവാദിയായിരുന്നോ ശ്രീനിവാസൻ? അതോ ഈ പറയുന്ന ആശയം, പ്രത്യയശാസ്ത്രം, അതിൻ്റെ ജാട, അല്ലെങ്കിൽ അത് പറഞ്ഞ് വ്യാജം പറയുക, അത് പറഞ്ഞ് ക്ഷേത്രത്തിൽ പോകരുതെന്ന് പറയുക, രഹസ്യമായ ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യുക എന്നൊക്കെയുള്ള ജാടകളെയും കാപട്യങ്ങളെയുമാണോ ശ്രീനിവാസൻ എതിർത്തത്, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ? അല്ല, ജാടകളെയും കപട ആദർശത്തെയും എതിർക്കുക മാത്രമല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, പ്രത്യേകിച്ച് ടി പി ബാലഗോപാലൻ മുതൽക്ക് ഇങ്ങോട്ടുള്ള സിനിമകൾ, സത്യൻ അധികാടുമായിട്ട് ചേർന്ന് ചെയ്ത സിനിമകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം നമ്മുടെ സമൂഹത്തിലുള്ള പല ജീർണതകളെയുമാണ് പരിഹസിക്കുക, അപഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടി പി ബാലഗോപാലിന് തന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. തൊഴിലില്ലായ്മ അയാളുടെ ഒരു പ്രശ്നം. MA പാസ്സായ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ MA പാസ്സായ ആളാണ്, കാണാൻ വളരെ സുന്ദരനാണ്, സ്മാർട്ടാണ് എന്നൊക്കെ സ്വയം പറയുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിൽ അതിൻ്റെ അകത്ത് വലിയൊരു സങ്കടമുണ്ട്. ഏറ്റവും അവസാനം ഈ ബാലഗോപാലിൻ്റെ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം സഹോദരിയുടെ വിവാഹം മോഡിയായിട്ട് നടത്തുന്നതാണ്. അതിന് സാധിക്കുന്നില്ല. സഹോദരി ഒരു സുഹൃത്ത് ഒരു ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇയാൾ മാറ്റി നിർത്തിയിട്ട് നിനക്ക് എന്തെങ്കിലുമൊക്കെ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ചേട്ടൻ്റെ ഇപ്പോൾ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു 50 രൂപ മറ്റോ കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ചിരിയല്ല കരച്ചിലാണ് വരിക. അപ്പോൾ അങ്ങനെ ഒരു അമർത്തിപ്പിടിച്ച കരച്ചിലും അതിന് പുറത്ത് സന്തോഷത്തിൻ്റെ ഒരു ഷുഗർ കോട്ടിങ്ങുമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലുള്ളത്. ഇപ്പോൾ ഈ എല്ലാവരും പരിഹസിക്കുന്ന സന്ദേശം എന്നുള്ള സിനിമയിൽ തന്നെ എന്താ കാണുന്നത്? ആ സഹോദരി വിവാഹം കഴിക്കാനായിട്ട് ഒരു കൃഷി ഓഫീസർ വരും. കൃഷി ഓഫീസർ മണ്ണിനെ സ്നേഹിക്കുന്ന ആളാണ്, കുട്ടിക്കാലത്ത് മണ്ണ് തിന്നിട്ടുള്ള ആളാണ് എന്ന് സ്വയം പറയും. സിദ്ദിഖ് അവതരിപ്പിച്ച കഥാപാത്രം. അപ്പോൾ ഏത് സിനിമയിൽ ഇങ്ങനെ ഒരു സങ്കടത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അതോടൊപ്പം തന്നെ സന്തോഷത്തിൻ്റെ ചിരിയുടെ ഒരു മത്താപ്പ് അദ്ദേഹം കത്തിക്കുന്നുണ്ട്. ഇത് നാടോടിക്കാറ്റിലും ഉണ്ട്. ഏത് സിനിമയിലും ഇത് കാണാൻ കഴിയും. പൊന്മുട്ടയിടുന്ന തട്ടാൻ അദ്ദേഹത്തിൻ്റെ തിരക്കഥ അല്ലെങ്കിൽ പോലും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം. അതിലെല്ലാത്തിലും ഇങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ, ഇടത്തരക്കാരൻ്റെ, അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരൻ്റെ വേദനയുടെ കഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അത് നമ്മൾ സ്ഥൂലമായ രാഷ്ട്രീയമല്ല, സൂക്ഷ്മമായ രാഷ്ട്രീയമാണ്. എല്ലാ സിനിമകളിലും ഈ ഒരു രാഷ്ട്രീയമുണ്ട്. ഇത് തന്നെ ഇപ്പോൾ CPM-കാരനൊക്കെ വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുള്ള ഒരു സിനിമയാണല്ലോ വരവേൽപ്പിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഒരാൾ വളരെ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് വിദേശ രാജ്യത്ത് പോയി അത്യാവശ്യം കുറച്ച് പണം ഉണ്ടാക്കി നാട്ടിൽ വന്ന് ഒരു സംരംഭം ആരംഭിക്കും. ആ സിനിമയിൽ അതൊരു ബസ് സർവീസാണ്. നമുക്കറിയാം എത്രയോ നമ്മുടെ നാട്ടിലേക്ക് എത്രയോ ആളുകൾ ഇതുപോലെ വിദേശത്ത് പോയി വന്നിട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ ഒരു സ്ഥാപനം തുറക്കും. പലവിധ എന്താണ് അതിൽ ട്രേഡ് യൂണിയനിസം മാത്രമല്ല ഉള്ളത്, സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഇടങ്കോലുകൾ, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുള്ള പലതരത്തിലുള്ള നിരുത്സാഹപ്പെടുത്തലുകൾ, വേനൽക്കാലത്ത് ബസ് തടഞ്ഞു നിർത്തിയിട്ട് ഈ ബസ്സിന് വൈപ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സാധാരണക്കാരൻ്റെ നിസ്സഹായതയും അയാളുടെ സങ്കടവുമാണ് എല്ലാ സിനിമകളിലും കാണിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പം ഇതിൽ മാത്രമല്ല, ഈ പൈങ്കിളി നോവലുകളെ അദ്ദേഹം കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട്. അത് ടി പി ബാലഗോപാലിനുണ്ട്, മറ്റ് സിനിമകളിലുണ്ട്. ഈ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, മറ്റു തരത്തിൽ അങ്ങനെ രാഷ്ട്രീയം അത് പിന്നീടാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ശങ്കരാടി അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. അദ്ദേഹം ഒരു പൈങ്കിളി നോവലുകൾ എഴുതുന്ന വ്യക്തിയാണ്. 6-7 സിനിമകൾക്ക് അല്ല ഈ നോവലുകൾ ഒരേ സമയത്ത് എഴുതുന്നുണ്ട്. ഓരോ വാരികയുടെയും പത്രാധിപതി ഇവിടെ അല്ലെ അതിൻ്റെ ആളുകൾ ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തോട് ഞങ്ങളുടെ നോവൽ, അപ്പോൾ പുള്ളിയൊക്കെ നായകൻ്റെ പേരെന്താണ്, നായികയുടെ പേരെന്താണ്, ഇരിക്കട്ടോ ഇപ്പോൾ എഴുതിത്തരാം എന്ന് പറഞ്ഞാൽ അകത്ത് പോയി എഴുതി കൊണ്ടുവരും. അതിലെ പുള്ളി അവസാനം ഈ ഗൂർഖയെക്കുറിച്ച് ഒരു നോവൽ എടുത്തിട്ട്, ഗൂർഖയുള്ള ചില കേന്ദ്ര കഥാപാത്രം, മഞ്ഞണി മാമലയിൽ നിന്നൊരു മഞ്ഞ ഗൂർഖ. അപ്പോൾ നോവലിൻ്റെ പേരെന്താണ് പുള്ളിയെ ആലോചിച്ചിട്ട് കുഞ്ഞാറ്റക്കിളികളെ കൂടെ ഇവിടെ. ഇത് ആ സമയത്ത് ഈ മംഗളത്തിലും മനോരമയിലൊക്കെ വന്നിരുന്ന ഞാനത് ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഓർത്ത് പറയുന്നത്, ഞാൻ എത്രയോ കൊല്ലം മുമ്പ് കണ്ട സിനിമയാണ് ഇപ്പോൾ ഓർമ്മയെന്ന് പറയുന്നത്. കുഞ്ഞാറ്റക്കിളികളെ കൂടെ ഇവിടെ കൃത്യമാണ്. അന്നത്തെ മനോരമയിലും മംഗളത്തിലും പിന്നെ മാവച്ചോർക്കുന്ന ഒരുപാട് വാരികളുണ്ടായിരുന്നു കോട്ടയത്ത്. അതിലൊക്കെ വന്നിരുന്ന നോവലുകളുടെ ഒരു പാരഡിയാണ് അദ്ദേഹം നടത്തുന്നത്. അതുപോലെ ടി പി ബാലഗോപാലനിൽ ഈ ശോഭന അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛൻ ബാലഗംഗാധരൻ എന്ന് കണ്ടു. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രി കിടക്കണം. അപ്പോൾ അമ്മ
മോഹൻലാൽ വന്ന് സിനിമ ഇതൊക്കെ മേടിച്ച് കൊടുക്കുന്നു, ബാലഗോപാലൻ വന്ന് മരുന്നിനുള്ള പൈസയെ കൊടുക്കുന്നു, ഓരോരുത്തർ മരുന്നൊക്കെ മേടിക്കുന്നു, ഇദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടും. ആ സമയത്ത് സുമാരി അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നത്, മോനെ നീ ഏതായാലും പുറത്ത് പോയല്ലേ, ഇന്നത്തെ മംഗളോ കൂടി ഒന്ന് വാങ്ങിച്ചിട്ട് പോകാം. ഇത് അന്നത്തെ അക്കാലത്തെ വീട്ടമ്മമാരുടെ ഒരു ഏകദേശ ചിത്രമാണ്. അതുപോലെ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ MG സോമൻ അവതരിപ്പിക്കുന്ന, അതായത് നമ്മുടെ ശ്രീനിവാസൻ്റെ അമ്മാവനായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രമുണ്ട്. അദ്ദേഹം പൂങ്കിനാവ് എന്നൊരു വാരികയുടെ പത്രാധിപരാണ്. ആദ്യമായിട്ട് കാണുമ്പോൾ KPS ലളിതോട് ഇദ്ദേഹം ചോദിക്കുക, അമ്മ പൂങ്കിനാവ് കാണാറുണ്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ ഈ ലളിതയുടെ മുഖത്തുണ്ടാകുന്നൊരു ഭാവമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പോൾ മോഹൻലാൽ മയപ്പെടുത്തി പറയും, അമ്മ ഇദ്ദേഹം പൂങ്കിനാവ് വാരികയുടെ പത്രാധിപരാണ്, ആ വാരിക കാണാറുണ്ടോ എന്നാണ് ചോദിച്ചത്, അതുകൊണ്ട് പൂങ്കിനാവ് കാണാറുണ്ടോന്നല്ല. ഇങ്ങനെയൊക്കെ ചോദിച്ച് എത്രയോ സിനിമകൾ, അതുപോലെ ഉദയനാണ് താരത്തിൽ ഈ സൂപ്പർ സ്റ്റാറുകളെ ഒക്കെ ഭീകരമായിട്ട് പരിഹസിക്കുന്ന സിനിമയാണ്. ഇനി വേറെ ഒന്ന് പറയാം, നമ്മുടെ അധികം ചർച്ച ചെയ്യപ്പെടുന്നതല്ല, അഴകിയ രാവണൻ എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഒരു വലിയ മുതലാളി. മുതലാളിയുടെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ കാണാൻ വരുന്ന ആളുകൾക്ക് 100 രൂപ 200 രൂപയൊക്കെ കൊടുക്കില്ല. അപ്പോൾ അത് ഇയാൾ കാണാൻ വരുന്നവർക്കൊക്കെ 100 രൂപ കൊടുക്കേണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ശ്രീനിവാസൻ അവിടെ എത്തിപ്പെടുന്നത്. പിന്നെയാണ് ഇവർ സഹപാഠികളായിരുന്നുള്ള രഹസ്യം പുറത്തു വരും. അപ്പോൾ ഈ മുതലാളിയെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ മുതലാളിയെ നമുക്കിപ്പോൾ ഓർമ്മ വരും. അന്ന് മുതലാളി ലൈം ലൈറ്റിൽ വന്നിട്ടില്ല. ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കടം കയറി വീട് ജപ്തിയാവുന്നത് വാർത്ത പത്രത്തിൽ കാണുമ്പോൾ മുതലാളിയുടെ ദൂതൻ വന്നിട്ട് ആ കടബാധ്യത അടച്ചു തീർക്കുകയും മുതലാളിക്ക് പത്രമാധ്യമങ്ങളിൽ കൂടി വലിയ പരസ്യം കിട്ടുകയും ചെയ്യുന്നൊരു സംഭവത്തിൽ ഇപ്പോൾ സമീപകാലത്തായിട്ട് വ്യാപകമായിട്ടുണ്ട്. ആ മഹാനായ മുതലാളിയുടെ ഒരു പ്രോട്ടോടൈപ്പാണ് നമ്മുടെ മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ച ശങ്കർദാസ്. അത് ശ്രീനിവാസൻ ഇത് എഴുതുന്ന സമയത്ത് ഈ മഹാമുതലാളി രംഗത്ത് വന്നിട്ടില്ല. അദ്ദേഹം സമീപകാലത്താണ് ലൈം ലൈറ്റിൽ വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ പുള്ളി എൻവിസേജ് ചെയ്യും, അതിനൊക്കെ ഭീകരമായിട്ട് പരിഹസിക്കും, തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ശ്രീനിവാസൻ്റെ ഒരു പ്രസക്തി. അദ്ദേഹം അരാഷ്ട്രീയവാദിയല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കുറേ കൂടി സൂക്ഷ്മമാണ്. അത് ജാഥയ്ക്ക് പോകുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയമല്ല, മുദ്രാവാക്യത്തിന് അതീതമായ വേറൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ശ്രീനിവാസൻ ദൃശ്യവൽക്കരിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.